അറക്കൽ അബുവിനെ പോലത്തെ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇറ്റ്സ് ഡാം ഡിഫിക്കൾട്ട്. ഇപ്പോഴല്ല, ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് ഞാനത് ചെയ്യുമ്പോൾ അതിന് പോലും എനിക്ക് റെഫറൻസസ് ഇല്ലായിരുന്നു. ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഈ അന്ന് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സിനിമകളില്ല. എനിക്ക് ബ്രേക്ക് കിട്ടിയെങ്കിലും അങ്ങനെ ഒരു ഭയങ്കര ഫ്ലോ വന്നിട്ടില്ല. അപ്പോൾ ഒന്നാമത് ഞാൻ ചാൻസ് ചോദിച്ചാണ് കയറിയിരിക്കുന്നത് ആടിൽ. അപ്പോൾ നമ്മൾ ഡയറക്ടറെ എങ്ങനെയെങ്കിലും ഇമ്പ്രസ് ചെയ്യണമല്ലോ. എന്ന് വെച്ചാൽ ഞാൻ മിഥുനെ ആദ്യമായിട്ട് ചാൻസ് ചോദിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്കും മിഥുൻ എന്നോട് പറഞ്ഞത്, ചേട്ടാ ഞാനും എൻ്റെ ഫ്രണ്ട്സും വിചാരിച്ചിരുന്നത് ചേട്ടൻ ഔട്ടായ നടനാണ്, പക്ഷേ ചേട്ടൻ്റെ തിരിച്ചുവരവ് ഗംഭീരമായി. അപ്പം ഇവരങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഞാൻ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇമ്പ്രസ് ചെയ്യേണ്ടത്? എന്നെ കാസ്റ്റ് ചെയ്തു ഓൾറെഡി. സോ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നൗ ഐ വാസ് തിങ്കിങ് ഹൗ ടു ഇമ്പ്രസ്. ദെൻ ഐ കോൾഡ് അപ്പ് മിഥുനെ വിളിച്ചിട്ട് എന്തെങ്കിലും ചേഞ്ചസും കൂടെ ഉണ്ടോ എന്ന് അറിയണമല്ലോ. കുറേ ദിവസമായിട്ട് കോൺടാക്റ്റ് ഇല്ല. പടം തുടങ്ങാൻ വേണ്ടി പോവുക. ഇനിയിപ്പം ഞാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു, പക്ഷേ ഇനിയിപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഇതിപ്പം മറ്റേ ഇതൊന്നും ഇല്ലല്ലോ, കോൺട്രാക്റ്റ് ഒന്നും ഇല്ലല്ലോ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വിളിച്ച്, മിഥുൻ നമ്മുടെ ഷൂട്ട് പറഞ്ഞ ഡേറ്റ് തന്നെയല്ലേ? ആ ചേട്ടാ അത് തന്നെ. ഞാൻ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാ? എൻ്റെ പൊന്നു ചേട്ടാ ഒന്നുമില്ല, നിങ്ങൾ താടിയും വീശയെ വളർത്തിയിട്ട് ലൊക്കേഷനിലേക്ക് വരിക, അവിടെ വെച്ച് നമ്മളങ്ങ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ശരി. അങ്ങനെ ഞാൻ ലൊക്കേഷനിൽ ചെല്ലുന്നു. ഈ അറക്കലബുവിൻ്റെ നിങ്ങൾ കാണുന്ന ആ ലുക്കിലേക്കും പിന്നെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് പിന്നെ അതങ്ങ് ചെയ്യുവാണ്. ഞാൻ ഹോംവർക്കും ചെയ്തിട്ടില്ല. എനിക്ക് ഒരു റെഫറൻസ് പിടിക്കാൻ ഒരാളില്ല. അതായത് ഇങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന മിക്കവാറും ക്യാരക്ടേഴ്സിലൊക്കെ ആരെങ്കിലും എവിടെ നിന്നെങ്കിലുമൊക്കെ ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആൾക്കാരുടെ ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ സംസാര ശൈലിയൊക്കെ ഞാൻ പിടിക്കാൻ ശ്രമിക്കാറുണ്ട്. ആട് വൺ വാസ് ഡിഫിക്കൾട്ട് ആക്ച്വലി പോർട്രേയിങ് ദാറ്റ് ക്യാരക്ടർ, ബട്ട് ആട് ടു വാസ് മച്ച് മോർ ഡിഫിക്കൾട്ട് ബിക്കോസ് അറക്കൽ അബുവിൻ്റെ എന്താണ് യഥാർത്ഥ സ്വഭാവം എന്നുള്ളത് ഓൾറെഡി റിവീൽഡായി. ഇയാള് ബേസിക്കലി പേടിച്ചൂറിയാണ് അല്ലേ? അപ്പം ഇനിയിപ്പോൾ സെക്കൻഡ് ആർട്ടിൽ ഇത് എങ്ങനെ അഭിനയിക്കും എന്നുള്ളതാണ്. പക്ഷേ പിന്നെ മിഥുൻ പറഞ്ഞ്, ചേട്ടാ ക്യാരക്ടർ അറിയാമല്ലോ, ചേട്ടൻ അതേപോലെ അങ്ങ് ബിഹേവ് ചെയ്തോ. ആൾക്കാർ ഫസ്റ്റ് പാർട്ടൊന്നും ഓർത്തോണ്ടിരിക്കില്ല ഈ സിനിമ കാണുമ്പോൾ. അപ്പോൾ യു ടേക്ക് ഇറ്റ് ആസ് എ ഡിഫറെൻറ്റ് മൂവി. അങ്ങനെ അങ്ങ് അഭിനയിച്ചോ, സീൻ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതങ്ങ് പെർഫോം ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ തേർഡ് ആട് ഫുൾ കോമഡിയാണ്, എങ്കിലും ഒരു ചെറിയ ജോണർ ഷിഫ്റ്റ് ഉണ്ട്. ആ ജോണർ എന്തായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഓഫ് ക്യാമറ പറയാം, അതൊരു സസ്പെൻസാണ്. ബട്ട് ഭയങ്കര രസമാണ്. അറക്കൽ അബുവിന് കുതിര സവാരിയൊക്കെ ഉണ്ട്. അപ്പം അതിനിപ്പോൾ ഒന്ന് ചെറുതായിട്ട് അതെ കുറച്ച് ഹോംവർക്ക് ചെയ്യേണ്ടി വരും. അപ്പം വി ആർ ഓൾ വെരി എക്സൈറ്റഡ് അബൌട്ട് ആട് 3. ഈ അറക്കൽ അബു ക്യാരക്ടർ ഫുൾ ഡയറക്ടേഴ്സ് ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെയാണോ അത് ചെയ്തത്? ബിക്കോസ് നേരത്തെ പറഞ്ഞ റെഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. സോ അതിന്റെ ബ്രീഫിംഗ് എങ്ങനെയായിരുന്നു? ഒരു നമ്മൾ ആദ്യം ഭയങ്കര സീരിയസ്, ഇയാൾ എന്തോ വലിയ സംഭവമാണെന്ന് നമ്മൾ ചിന്തിക്കും, പിന്നെ നോക്കുമ്പോൾ ഭയങ്കര കവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. സോ ബ്രീഫിംഗ് ഒന്നുമില്ല. മിഥുൻ പറഞ്ഞിരുന്നത് 2 ഫേസാണ് ഇയാളുടെ. ഒന്ന് ചീറ്റിയതിന് ശേഷം, ഒന്ന് ചീറ്റുന്നതിന് മുമ്പ്. ചീറ്റിയെന്ന് വെച്ചാൽ മറ്റേ കൊല്ലാൻ പറ്റില്ലെന്ന് പറയണത്, ആടിനെ കൊല്ലാൻ പറ്റില്ലെന്ന് പറയണത്. അപ്പോൾ കട്ട കലിപ്പ് പിടിച്ചോളാൻ പറഞ്ഞു. എത്രമാത്രം കലിപ്പനാകാൻ പറ്റും അത് ഇനിഷ്യൽ സീൻസിലൊക്കെ പിടിക്കണം. ഇത് കഴിയുമ്പോൾ മാത്രമാണ് ഇയാളുടെ ബോഡി ലാംഗ്വേജ് ചേഞ്ച് ആകേണ്ടത്. അപ്പോൾ സോ വാട്ട് ഐ ഡിഡ് ഈസ്, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ അറിയായിരിക്കും, ഞാനെപ്പോഴും അസോസിയേറ്റിൻ്റെ ഞാൻ ചെന്ന് ചോദിക്കുക, ഇപ്പം നമുക്ക് ഈ മൊത്തം പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല, ഇതിപ്പോൾ സീൻ ഇത് ചീറ്റുന്നതിന് മുമ്പാണോ അതോ കഴിഞ്ഞിട്ടാണോ എന്നുള്ളത് ഓർമ്മ കിട്ടില്ല. അപ്പോൾ ഞാൻ അസോസിയേറ്റ് ഡിപ്പിളിനോട് ഞാൻ ചോദിക്കും, ഡിപ്പിളെ ഇത് ചീറ്റുന്നതിന് മുമ്പാണോ അതോ അത് കഴിഞ്ഞിട്ടാണോ? ചേട്ടാ ഇത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ വണ്ടിയിൽ ഇരിക്കുന്നത് പോലും ഇയാൾ ചീറ്റുന്നതിന് മുമ്പ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഇരിക്കുന്നത് ചീറ്റി കഴിഞ്ഞിട്ട്. അതിൽ പിന്നെ പുള്ളിക്ക് ഇത് ഇവരുടെ മുമ്പിൽ എടുക്കാൻ പറ്റില്ല ഈ സാധനം. എന്നുവെച്ചാൽ ടീം മെമ്പേഴ്സ് മൊത്തം വിചാരിച്ചിരിക്കുന്നത് ഇയാൾ ഭീകരനാഥാണ്, പക്ഷെ അവിടെ ചീറ്റിപ്പോയി. അപ്പോൾ ആ സിനിമയിൽ അങ്ങനത്തെ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വന്നപ്പോഴത്തേക്കും ഓൾറെഡി ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ ഇയാളെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അയാൾ പുതിയ ആൾക്കാരൊക്കെ അപ്പോഴും കലിപ്പായിട്ടാണ് കാണിക്കുന്നത്. ഇൻട്രോ സോങ്ങിൽ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ട്? അബു ഭീകരൻ എന്ന് പറഞ്ഞിട്ടാണ്? അല്ല, അത് സെയിം ആയിരിക്കും കേട്ടോ എല്ലാവർക്കും. അത് പിന്നെ ഒരു മാറ്റാൻ പറ്റാത്ത അതിനൊരു പുതിയൊരു ട്യൂണും ലിറിക്സൊക്കെ വന്നാൽ ചിലപ്പോൾ അത് വർക്കാവണമെന്നില്ല. അപ്പോൾ അതൊക്കെ സെയിം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.
സൈജുവിന്റെ കരിയറിൽ തന്നെ എനിക്കൊന്ന് ഏറ്റവും പോപ്പുലർ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അറക്കലബു. അപ്പോൾ ഫസ്റ്റിന് ഒരു ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു, പോസ്റ്റ് തിയേറ്റർ കഴിഞ്ഞിട്ട് ആളുകളുടെ ഇടയ്ക്ക് വലിയൊരു സിനിമ. അപ്പോൾ സെക്കൻഡിലേക്ക് വന്നപ്പോൾ അത് എന്തെങ്കിലും രീതിയിൽ ഒരു പ്രഷർ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോബബ്ലി ഇതിനു മുമ്പേ കരിയറിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം എൻ്റെ ക്യാരക്ടറിനെ ആൾക്കാർ ഇത്ര ദേ വോണ്ട് ലുക്ക് ഫോർവേഡ് ടു, ബട്ട് ദിസ് വൺ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് എപ്പോഴെങ്കിലും തോന്നിയിരുന്നു ബാക്ക് ഓഫ് ദ മൈൻഡിൽ? സെക്കൻഡ് വന്നപ്പോഴത്തേക്കും സെക്കൻഡ് ആക്ച്വലി ചെയ്യാൻ ആദ്യമായിട്ട് പറയുന്നത് തന്നെ ഞാനാണ്. അതെ അതെ, അത് ആക്ച്വലി ഇവരൊക്കെ മറന്നിരിക്കുകയാണ്, ഇവരെ എങ്ങും ഇത് പറയുന്നില്ല. ഞാൻ ഇവരുടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കാറുണ്ട്, പക്ഷേ ഇവർ ഒരു ഇൻ്റർവ്യൂസിൽ പറഞ്ഞു കേൾക്കുന്നില്ല. ആക്ച്വലി എൻ്റെ ഐഡിയ അല്ലായിരുന്നു. എനിക്ക് ഫേസ്ബുക്കിൽ വന്നൊരു കമൻറ്റാണ്, ആരോ കേട്ടോ, എനിക്ക് പേര് ഓർമ്മയില്ല, ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ അന്ന് ഈ സെക്കൻഡ് പാർട്ടിൻ്റെ പരിപാടി വലുതായിട്ടില്ല, ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ അതൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ ശരിയാണല്ലോ, ഇത് എവിടെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഏറ്റവും ആദ്യം മിഥുനെ വിളിക്കുന്നു. മിഥുൻ, നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്താലോ? ആ ചേട്ടാ കൊള്ളാമല്ലോ ചേട്ടാ. ഞാൻ വിജയായിട്ട് സംസാരിക്കട്ടെ. ചേട്ടനെ വിളിച്ച് സംസാരിക്കുക. ഞാൻ വിജയബാബുവിനെ വിളിച്ച് സംസാരിക്കുന്നു. അത് കൊള്ളാമല്ലോ, ഒന്ന് മിഥുനായിട്ട് സംസാരിക്കാം. അത് മിഥുനായിട്ട് ഞാൻ ഓൾറെഡി സംസാരിച്ചു, അപ്പം നമുക്ക് വർക്കൗട്ട് ചെയ്യാമല്ലോ. പിന്നെന്താ, അത് വർക്കായിരിക്കും. അങ്ങനെയാണിത് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആദ്യമൊന്നും ഇല്ലായിരുന്നു ഇതെന്താ വന്നു. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, ഇത് ഓടുവന്ന്. ചില ഫസ്റ്റ് പാർട്ടിൽ ആൾക്കാർ പറഞ്ഞ പ്രശ്നം അത് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കവർ ചെയ്തു. അതായത് ഷാജി പാപ്പൻ ഡ്യൂഡിനെ ഇടിക്കാൻ വേണ്ടി പോകുന്ന സ്ലോ മോഷൻ ഓട്ടം ഉണ്ട്, അവിടെ സ്ക്രീൻ ബ്ലാക്ക് ഔട്ട് ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അവിടെയും കിടക്കുന്നതാണ് കാണിക്കുന്നത്, അതായത് ഇടി കഴിഞ്ഞു. പക്ഷേ അപ്പം ഫസ്റ്റ് ആളിൽ മിഥുൻ എന്താ വിചാരിച്ചു വെച്ചാൽ, ഷാജി പാപ്പൻ ധൈര്യശാലിയൊക്കെ ആണെങ്കിലും പുള്ളിക്ക് നടുവിൻ്റെ പ്രശ്നമുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പം ഇത് ഇടിക്കുന്നതായിട്ട് കാണിക്കണ്ട, എങ്ങനെയോ എല്ലാവരും ഇടികൊണ്ട് അവിടെയൊക്കെ മാറി കിടക്കുവാണ്. അപ്പോൾ അതൊരു ഇതായിട്ട് തോന്നി. ഷാജി പാപ്പൻ ഇടിക്കണമെന്നാണ് ആൾക്കാരുടെ ആവശ്യം. അപ്പോൾ നമ്മൾ ഷാജി പാപ്പനെ സെക്കൻഡ് പാർട്ടിൽ ഷാജി പാപ്പൻ ഇടിച്ചു. അവിടെ അറക്കലുമൊക്കെ ഇടിക്കുന്നുണ്ട് കുറച്ചുകൂടെ. അതെ അതെ അതെ. അപ്പം അങ്ങനെയുള്ള ചെറിയ, ഇപ്പം നമ്മുടെ മറ്റേ ആ സീനില്ലേ, അജുവിൻ്റെ കൂടെ വിളിച്ചോടി പോകുമല്ലോ ശ്രീന്ദയുടെ ക്യാരക്ടർ. അതിനുശേഷം പിന്നെ സെക്കൻഡ് പാർട്ടിൽ ഇവരെ ഒരു റോഡിൽ വെച്ച് കാണുന്നുള്ളൂ, ഇവർ മറ്റേ ഉണക്കമീനൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നത്. ആ സീൻ ആക്ച്വലി നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറച്ച് റിലീസിന് ശേഷം കുറച്ച് എഡിറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. പക്ഷേ ഇത് റിലീസിന് മുമ്പേ എഡിറ്റ് ചെയ്ത് കളഞ്ഞ സീനാണ് ഇത്. പക്ഷെ നമ്മൾ റീഷൂട്ട് ചെയ്തിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ മിഥുനോട് പറഞ്ഞു, മിഥുൻ ഇത് കളയല്ല, ഇത് ഭയങ്കര രസമാണ്. അപ്പോൾ ഓൾറെഡി എനിക്കൊന്ന് 2.5 മണിക്കൂർ എന്തോ ഉണ്ടായിരുന്നു സിനിമ, ഇതൊക്കെ മാറ്റിയിട്ടും. അപ്പോൾ ഇനി അത് കൂട്ടിയാൽ പിന്നെ 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊന്നും പറഞ്ഞിട്ടാണ് അന്ന് അത് മാറ്റിയത്. ഞാൻ മിഥുന് ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര കോമഡി അല്ലേ, അതായത് ചതിച്ചിട്ട് പോയി പോരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഇവർ ഇതായിട്ട്, അതായത് തിരിച്ച് എന്നെ അക്സെപ്റ്റ് ചെയ്യാതെ അടുത്ത ജംഗ്ഷനിൽ ഇറക്കിയാണ്. അപ്പോൾ അത് വൻ പരിപാടിയാണത്. വെച്ചാൽ മാസ് ഡയലോഗാണത്, കോമഡി ആണെങ്കിലും മാസാണ്. പക്ഷെ അത് പിന്നെ സെക്കൻഡ് പാർട്ടിൽ മിഥുന അന്ന് സെക്കൻഡ് പാർട്ട് ഡിസൈഡ് ചെയ്ത് പറഞ്ഞു, ചേട്ടാ അന്ന് പറഞ്ഞ ആ സാധനം നമുക്ക് ഇവിടെ അടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ്, ഞാനാണ് പറഞ്ഞത്. പക്ഷെ ഐഡിയ അല്ല കേട്ടോ, ഞാൻ പറഞ്ഞ സ്റ്റോറി ഐഡിയ അല്ല, പാർട്ട് ചെയ്യാമെന്ന്. ഈ ലൂസേഴ്സുമായിട്ട് നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആകാൻ പറ്റും. പക്ഷേ നമ്മൾ ജീവിതത്തിൽ പല പ്രാവശ്യം ലൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ എല്ലാവരും, നമ്മൾ വല്ലപ്പോഴൊക്കെ വിൻ ചെയ്യുന്നുള്ളൂ അല്ലേ. വിന്നിങ് റേഷ്യോ ഈസ് വെരി ലെസ്. അപ്പം ആൾക്കാർ കുറച്ചുകൂടെ ലൂസേഴ്സുമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. എനിക്കൊന്നും ഒരു പരിധിവരെയും ആടിലെ മിക്കവാറും ക്യാരക്ടേഴ്സ് ലൂസേഴ്സാണ് അല്ലേ. ഷാജി പാപ്പൻ എടുത്തോളൂ, അറക്കലബു എടുത്തോളൂ, എല്ലാവരും ലൂസേഴ്സാണ് ആക്ച്വലി. അവിടെ നിന്നാണ് ഈ ഹ്യൂമറും ജനറേറ്റ് ആവുന്നത്. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡ് വരുമ്പോഴത്തേക്കും അതൊരു എന്താണ് മനോഹരമായ ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയമായി മാറുവാണ്. ഓൾസോ മയൂഖത്തിലോട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഓഡിഷൻ്റെ 3 stages ഒക്കെ കഴിഞ്ഞിട്ടാണ്. ആൻഡ് ഹൗ വാസ് ഇറ്റ് ലൈക്ക് ഫസ്റ്റ് ഡേ ഓൺ ദ സെറ്റ്സ്? വർ യു ലൈക്ക് ഇൻറ്റിമിഡേറ്റഡ് ബൈ സച്ച് എ ലെജൻഡറി ഡയറക്ടർ ലൈക്ക് ഹരിഹരൻ? എനിക്ക് ആക്ച്വലി ഹരിഹരൻ സാറിൻ്റെ സർഗം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു. ഈ സിനിമയിൽ ഒരു സംവിധായകൻ ലെജൻഡാന്നൊക്കെ എനിക്കറിയാം, പക്ഷേ അദ്ദേഹം ഇത്രയും വലിയ പുലിയാണ്. അതായത് സിനിമയിൽ എനിക്കങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ഉള്ള ഇതൊന്നുമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ
അച്ഛനുമായിട്ട് ഞാൻ എങ്ങനെയാണ് അതുപോലെയാണ് ഞാൻ പുള്ളിയായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് ഓൺ സെറ്റ്സും ഞാൻ അതേപോലെ തന്നെയായിരുന്നു. എനിക്ക് ആ ഒരു ഭയമോ ഒന്നുമില്ലായിരുന്നു. ഐ റെസ്പെക്റ്റഡ് ഹിം നോട്ട് ആസ് എ ഡയറക്ടർ ബട്ട് ബിക്കോസ് ഹി വാസ് മൈ ഫാദേഴ്സ് ഏജ്. ഈ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പല ആൾക്കാരും വന്നിട്ട് ഹരിൻ സാറിനോട് സംസാരിക്കുമല്ലോ, മറ്റേ പഞ്ചാഗ്നി കണ്ടു, മറ്റേ വടക്കൻ വീരകഥ അങ്ങനെ. ഇതൊക്കെ ആക്ച്വലി ഹരിരൺ സാറാണല്ലേ ഇതിൻ്റെ മെയിൻ ക്യാപ്റ്റൻ എന്ന് പറയണത്. ഈ സംവിധായകൻ എന്ന് പറയണത് ക്യാപ്റ്റനാണെന്നുള്ളത് അറിയാം, പക്ഷേ നമ്മളത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. നമുക്കെന്നും ആക്ടേഴ്സിനാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവരാണ് മെയിൻ എന്നുള്ളതാണ് നമ്മുടെ അന്നത്തെ തോട്ട് പ്രോസസ്സ്. ഞാൻ ഇൻഫാക്റ്റ് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ സർഗത്തിൻ്റെ ലാസ്റ്റ് ഈ ടൈറ്റിൽസ് എഴുതി കാണിക്കുമ്പോഴത്തേക്കും ഡയറക്റ്റഡ് ബൈ ടി ഹരിഹരൻ എന്ന് കാണിക്കുമ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചത് സിംഗർ ഹരിഹരനാണ്. അന്ന് ആ ഹരിഹരനെ മാത്രമേ എനിക്ക് അന്നറിയുള്ളൂ. ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നല്ലോ. അപ്പോൾ ഹിന്ദി പാട്ടുകളൊക്കെ പാടുന്ന ഹരിഹരൻ ഫേമസ് ആണ്. പുള്ളി ഡയറക്റ്റും ചെയ്തല്ലേ, അങ്ങനെയൊക്കെയുള്ള ഇത്. ആക്ച്വലി ഹരിഹരൻ സാറിൻ്റെ ഞാൻ ഇപ്പം നാനയിലോ ഒന്നും അദ്ദേഹത്തിൻ്റെ ഫോട്ടോസൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അന്ന് ഈ 2004 സമയത്ത് ഗൂഗിൾ പരിപാടികളൊന്നും നമ്മുടെ മൊബൈലിൽ വന്നിട്ടില്ല. നെറ്റിൽ പോയിട്ട് ഇൻ്റർനെറ്റിൽ പോയിട്ട് പിന്നെ അത് ഗൂഗിൾ ചെയ്യാനുള്ളൊരു അതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഇത് ഈ പടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു വലിയ ഭാഗ്യമാണ് കിട്ടിയിരിക്കണമെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അതായത് ഇത്രയും ഹിറ്റ് കൊടുത്തിരിക്കുന്ന ഇത്രയും വേൾഡ് ഫേമസ് ആയിട്ടുള്ള റെസ്പെക്റ്റഡ് ഡയറക്ടർ ഹരിഹരൻ്റെ പടത്തിൽ ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കുകയാണ്. അതെനിക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. പക്ഷെ അതൊന്നും എന്നെ ഇത് ചെയ്തില്ല കേട്ടോ, അതായത് ബോദർ ചെയ്തില്ല. അത് എന്നെ എനിക്ക് ടെൻഷനൊന്നും ആയില്ല. പക്ഷേ ഞാൻ കരിയർ ഇതാണ്, ഇനി സിനിമയാണെന്നുള്ളത് ഞാൻ എന്ന് ഡിസൈഡ് ചെയ്തു അന്നോട്ട് പിന്നെ എനിക്ക് ടെൻഷനാകാൻ തുടങ്ങി. ബിക്കോസ് ഇനിയിപ്പോൾ എനിക്കിത് വിടാൻ പറ്റില്ല. മറ്റേന്ന് പറഞ്ഞാൽ ഏറ്റുള്ള ജോലി ഉണ്ടല്ലോ, എന്നെ ഇവിടെ നിന്ന് മാറ്റിയാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം അങ്ങനെ പിന്നെ മൂന്നാമത്തെ പടം ഞാൻ ചെയ്യുന്നത് അശ്വാരൂഢൻ. അശ്വാരൂഢനൊക്കെ പോയപ്പോഴത്തേക്കും കുറച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ എന്നുവെച്ചാൽ അപ്പോഴത്തേക്കും നമ്മൾ ലജ്ജാവതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നാണ്. അന്ന് ജൂക്ക് ബോക്സിൽ ഞാൻ തന്നെ എത്ര പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പാട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ദേശാടനം കണ്ടിട്ടുണ്ട്, കളിയാട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ജയരാജ് സാറിൻ്റെ പടത്തിലാണ് ഞാൻ അഭിനയിക്കാൻ പോണത്. അപ്പോൾ അതൊക്കെ ഒരു ആ സമയത്ത് ആ സാധനം വന്നു. അതായത് കരിയർ ഇതാണ്, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ നല്ലപോലെ ചെയ്താലേ എനിക്കിനി മുമ്പോട്ട് പടങ്ങൾ കിട്ടുകയുള്ളൂ. ജയരാജ് സാറാണ്, സുരേഷ് ഏട്ടനാണ് അതിൻ്റെ ഹീറോ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ച് ടെൻഷൻ. പക്ഷെ അത് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ആ ഫ്ലോയിലങ്ങ് ഇപ്പോഴും ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ഡേ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നവരെ ഒരു ടെൻഷൻ ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞാലാണ് പിന്നെ സമാധാനമാകുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് കാണും എന്ന് വെച്ചാൽ ഒന്നാമത് കുറച്ച് പരിചയക്കാരും കുറേ പരിചയമില്ലാത്ത ആൾക്കാരും കാണും. അപ്പോൾ ഇവരുമായിട്ടൊക്കെ ഒന്ന് ജെല്ലാനാണ് ഒരു 1-2 ദിവസം എടുക്കും, എല്ലാവരുടെയും പേര് മനസ്സിലാക്കാനും അവരുമായിട്ട് സംസാരിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു ആദിയാണ്. ബാക്കി അല്ലാത്ത വലിയ പ്രശ്നങ്ങളൊന്നുമില്ല.